സ്റ്റേജിൽ തന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്റെ PR നിങ്ങളാണെന്ന് പറയുന്നത്. എനിക്ക് എന്റെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരും എനിക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ ഈ അമ്മമാരൊക്കെ വന്നില്ലേ, അവര് പോലും മക്കളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളാ. ശരിക്കും അവരല്ലേ എന്റെ PR. അതുകൂടാതെ എൻ്റെ നമ്പർ ഈ ഇടയ്ക്ക് ലീക്കായിരുന്നു. ആ ടൈമിൽ നമ്പർ എടുത്തിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചവരെല്ലാവരും എന്താ പറയണ്ടേ, എന്നെ സപ്പോർട്ട് ചെയ്തവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും. ഒരു PR കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന അനുഭവം ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെ ജയിച്ചു വിടാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾ കാണുന്നവർക്ക് അറിയാമല്ലോ, പ്രോഗ്രാം കാണുന്നവർക്ക് അറിയാം. ഞാൻ വെറുതെ പോയിരിക്കുന്നില്ലല്ലോ. അവിടെ ഒരു മൂലയിൽ പോയിരിക്കണമെങ്കിൽ കുറച്ച് 50 ലക്ഷം കൊടുത്തിട്ട് എന്നെ ജയിപ്പിച്ച് വിടാമല്ലോ. അപ്പൊ കരയുന്നതൊക്കെ ഇമോഷണൽ മൊമെന്റ്സ് ജീവിക്കായിരുന്നു, ശരിക്കും ജീവിക്കായിരുന്നു. ആര്യനാട്ടിലേക്ക് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് കപ്പ് ബിഗ് ബോസ് ഹൗസ് വിന്നർ കപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ അനുമോള്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ നാട്ടുകാർക്കുണ്ട്. തീർച്ചയായിട്ടും കാരണം ഓൾറെഡി അനുമോൾ എന്ന് വെച്ചാൽ അത്രയധികം കുടുംബ പ്രേക്ഷകരുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അനുമോള്. അത് അവൾ ആക്ച്വലി അത് മനസ്സിൽ കണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലെഫ്റ്റ് ഹാൻഡ് ആണ് ഞാൻ പറഞ്ഞത് പുള്ളിയുടെ. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. എന്താണോ മനസ്സിൽ കണ്ടത്, ആഗ്രഹിച്ചത്, എൻവിഷൻ ചെയ്ത് അതേപടി നടന്നു എന്നുള്ളതാണ്. ബിഗ് ബോസ് സീസൺ 7 വിന്നർ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അനുമോൾ ഇപ്പോൾ നാട്ടുകാരുടെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സന്തോഷം, ഭയങ്കര സന്തോഷവും അഭിമാനം തോന്നുന്നു. ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ ജനിച്ച് വളർന്ന നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ ആർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ നല്ല ഹാപ്പിനെസ്. ഒരുപാട് പ്രായമായ ആൾക്കാരും കാണാൻ വേണ്ടി പോകും. അതെ. അതുകൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ടീംസ് എല്ലാവരും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒരു ഓപ്പണായിട്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. കാരണം ഞാൻ അവരെ കണ്ടിട്ട് വർഷങ്ങളായി, പക്ഷെ അവരിപ്പോഴും എന്നെ ഓർത്ത് പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. അതെ. നോബിച്ചേട്ടനും തങ്കച്ചേട്ടനും അഖിലേട്ടനൊക്കെ ഷൂട്ടാണ്. രണ്ടുപേരും, ഒരാൾ ചെങ്ങന്നൂരും ഒരാൾ കൊച്ചിയിലോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഷൂട്ടായതുകൊണ്ട് ലേറ്റ് ആയി. ഇല്ല ഒരിക്കലും. അവർ വിളിച്ചു പറഞ്ഞു, ആ ഒരു മര്യാദ കാണിച്ചു. അവര് താമസിക്കിഞ്ഞ് വന്നോട്ടേന്നും ചോദിച്ചു. ഇപ്പം ഇറങ്ങിന്ന് പറഞ്ഞു. ഷൂട്ടല്ല, നമുക്കറിയാൻ പറ്റുമല്ലോ അവർക്ക് ഷൂട്ടായതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. നാട്ടില് വന്നപ്പോൾ റെസ്പോൺസ് ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായോ? നാട്ടിൽ വന്നപ്പോഴും ഇല്ല അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. അതെ, എല്ലാ കാര്യത്തിലും. അതായത് ഇപ്പൊ നേരത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്തും ഇതുപോലെ അംഗീകാരം ഉണ്ടായിരുന്നു. ആ ടൈമിലും ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതാ പറയുന്നത്. സ്റ്റേജിൽ തന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്റെ PR നിങ്ങളാണെന്ന് പറയുന്നത്. എനിക്ക് എന്റെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരും എനിക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ ഈ അമ്മമാരൊക്കെ വന്നില്ലേ, അവര് പോലും മക്കളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളാ. ശരിക്കും അവരല്ലേ എൻ്റെ PR. അതുകൂടാതെ എൻ്റെ നമ്പർ ഈ ഇടയ്ക്ക് ലീക്കായിരുന്നു. ആ ടൈമിൽ നമ്പർ എടുത്തിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചവരെല്ലാവരും എന്താ പറയണ്ടേ, എന്നെ സപ്പോർട്ട് ചെയ്തവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും. അതും നമ്പർ എടുത്തിട്ട് ആരും വിളിച്ചിട്ട് ചീത്ത പറയുകയൊന്നുമില്ല. ഒരു മെസ്സേജ് മാത്രം വന്നു, ചപ്പാത്തി കള്ളി, പിന്നെ അനീഷിൻ്റെ കപ്പെടുത്തോണ്ട് പോയവള്, അങ്ങനെ എന്തൊരു മെസ്സേജ് മാത്രം വന്നു. ആ ഒരൊറ്റ മെസ്സേജാണ് നെഗറ്റീവായിട്ട് വന്നത്. അപ്പോൾ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ബാക്കി മെസ്സേജൊക്കെ നല്ല മെസ്സേജായിരുന്നു. ആർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോയിട്ടില്ല, തിരക്കായതുകൊണ്ട്. ടൈം, അതായത് ഇപ്പൊ കുറച്ച് തിരക്കായതുകൊണ്ട് ഇല്ല എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രവീണായിട്ടും ലക്ഷ്മിയായിട്ടും മസ്താനിയായിട്ടും അഭിലാഷുമായിട്ടും മെസ്സേജ് അയച്ചു. അവരല്ലെങ്കിലും സുഹൃത്തുക്കളാണ്. പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് അവർ അവിടെ നിന്നേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ചും കൂടി നല്ല സുഹൃത്തുക്കളായി. ഇറങ്ങിയപ്പോ ഏറ്റവും വലിയ ഒരു റെസ്പോൺസ് ആയിട്ട് തോന്നിയത് എന്താണ്? മീൻസ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും? മെസ്സേജ് ആയിട്ടാ കുറെ കാര്യങ്ങളുണ്ട്, ഇഷ്ടംപടി കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേറെ ദിവസം ഇന്റർവ്യൂവിൽ പറയാം. എല്ലാം കൂടെ വേർത്ത കുറെ കാര്യങ്ങളുണ്ട്. ആര്യനാട് വന്ന് കപ്പ് പ്രേക്ഷകരെ കാണിച്ചപ്പോൾ കപ്പ് ശരിക്കും അച്ഛനും ചേട്ടനും അമ്മയൊക്കെ പറഞ്ഞു എടുത്തേക്ക് അവർ ചിലപ്പോൾ ചോദിച്ചാലെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അതൊരു വിഷമം ഉണ്ടായേനല്ലേ. അത്രേ ഉള്ളൂ. ഇറങ്ങിയ ശേഷം ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ബിഗ് ബോസിൽ? ഇല്ല വീട് മിസ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്.
പിന്നെ ആ ഒരു മൊമെന്റ് ഇല്ലേ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഇനി ഒരു ക്ഷണം കിട്ടിയേ പോവോ? ഉറക്കത്തിൽ നിന്ന് എണീറ്റിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൈക്കൊക്കെ എടുത്ത് നോക്കാറുണ്ട്. മൈക്കാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ miss ചെയ്യുന്നുണ്ട് എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും. സുപ്രഭാതം ബിഗ് ബോസ് ഒന്ന് കേൾക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കേൾക്കാറില്ല. ഇല്ല ഇല്ല, ടോട്ടലി ഹാപ്പിയാണ്. എല്ലാം ഹാപ്പിയാണ്. നെവിനൊക്കെ ആയിട്ട് പിന്നെ കമ്പനി വന്നിട്ടുണ്ടായിരുന്നു. എന്തേ നെവിൻ നെവിനായിട്ടില്ല, നമ്പറൊന്നും കിട്ടിയിട്ടില്ല. അന്ന് അവിടെ വെച്ച് കണ്ടതേ അവിടെ വെച്ചാണല്ലോ തിരക്കല്ലേ, അവരെല്ലാരും തിരക്കാ. ബിഗ് ബോസിന് ഇറങ്ങിയ എല്ലാ ടീംസും തിരക്കാ. അപ്പൊ വീണ്ടും ഇനി ഇനാഗുറേഷൻസ് ഒക്കെ ആയിട്ട് നാളെ മുതൽ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോടാണ്. അതെ. അപ്പൊ ഒരുപാട് പ്രേക്ഷകരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ ഒരുപാട് പേര് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് എന്നെ നാട്ടിലുള്ളവര്, നാളെയും കാണേണ്ടവരാ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇന്ന് ഒരുപാട് പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിഷമം കണ്ടപ്പോൾ മനസ്സിലായി. കൂടുതൽ ഫാൻസ് മുതിർന്നവരാണോ കുട്ടികളാണോ എന്നത്? എല്ലാവരും ഉണ്ട്, എല്ലാ പ്രായക്കാരും ഉണ്ട്. അപ്പൊ കുടുംബ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടതാരം കുടുംബ പ്രേക്ഷകരായിട്ട് ഇരുന്ന് കാണുന്ന പ്രോഗ്രാം അല്ലേ ഇത്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. 100% കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയാണല്ലേ ഗെയിം കളിച്ചത്? അങ്ങനെയൊന്നുമില്ല. കുടുംബ പ്രേക്ഷകർ എല്ലാം കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങനെ പ്രത്യേകമൊന്നുമില്ല. കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാം കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഒരു PR കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് അനുഭവം ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെ ജയിച്ചു വിടാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾ കാണുന്നവർക്ക് അറിയാലോ, പ്രോഗ്രാം കാണുന്നവർക്ക് അറിയാം. ഞാൻ വെറുതെ പോയിരിക്കുന്നില്ലല്ലോ. അവിടെ ഒരു മൂലയിൽ പോയിരിക്കണമെങ്കിൽ കുറച്ച് 50 ലക്ഷം കൊടുത്തിട്ട് എന്നെ ജയിപ്പിച്ചു വിടാമല്ലോ. അത് ജീവിക്കായിരുന്നു, ശരിക്കും ജീവിക്കായിരുന്നു. അത് കാണുന്നവർക്ക്, പുറമെ കാണുന്നവർക്ക് ചിലപ്പോൾ എന്താന്ന് തോന്നും. പക്ഷെ അവിടെ ചെന്ന് പെട്ടാലേ നമുക്ക് അത് അറിയൂ. നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രഷർ കുക്കറിൽ കിടന്ന് നമ്മൾ തിളയ്ക്കത്തില്ലേ, അതാണ് ശരിക്കും അവിടെ. അത് പുറമെ കാണണം. ഇപ്പം ഞാൻ മുമ്പൊക്കെ എപ്പിസോഡ് പഴയ സീസണിൽ കാണുമ്പോൾ ഞാൻ പറയും ഇതൊക്കെ എന്താ, ഒരു ചെറിയ ഫുഡിന് വേണ്ടി എന്തിനാ വഴക്കുണ്ടാകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാവും. പറയുന്നവര് പറഞ്ഞോട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞോട്ടെ. ഹാപ്പിയാണ്. ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇല്ല, എല്ലാവരും ആരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കുന്നു. പിന്നെ ഞാൻ എന്റെ വഴി കൂടെ ഇങ്ങനെ പോകുന്നു, പ്രോഗ്രാമും കാര്യങ്ങളായിട്ട്. ഒന്നുമില്ല, സിനിമ ചെയ്യാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിന് നല്ലത് വരികയാണെങ്കിൽ അത് ചെയ്യും, അത്രയും. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരുപാട് പേർക്ക് സിനിമയിൽ അവസരം കിട്ടണം, എല്ലാവർക്കും കിട്ടണം. വേറെ എന്തെങ്കിലും ഷോ എന്തെങ്കിലും കമ്മിറ്റ്? ഇല്ല, ഒന്നുമില്ല, പ്രോഗ്രാം മാത്രം വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അനുമോളുടെ ജന്മനാട്ടിലെ സ്വീകരണം? ഗംഭീരമായിരുന്നു. പിന്നെ ഞെട്ടി മീൻസ് വി ആർ എക്സ്പെക്ടിങ് ദാറ്റ്. പക്ഷെ ഇപ്പൊ എന്താ പറയാ, ആൾക്കാരുടെ ഒരു സ്നേഹവും സപ്പോർട്ടും അതിന്റെ ഒരു തിരക്കും. പക്ഷെ സ്വന്തം നാട്ടിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ, അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒന്ന് ഭയങ്കര ഫീൽ ആയിരുന്നു. കാരണം പതിവില് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തത്ര ഒരു കണ്ടോണ്ടിരുന്ന ആൾക്കാരാണ് എന്റെ നാട്ടിലുള്ളവര്. അവര് തരുന്ന ആ ഒരു സ്നേഹമില്ലേ, അപ്പൊ അത് വല്ലാത്തൊരു ഫീലാണ്. അതുപോലെ പരിചയപ്പെട്ട അന്നോട്ട് കേൾക്കാൻ തുടങ്ങുന്നതാണ് ആര്യനാട് വന്ന് ആ പ്രേക്ഷകർ, അവിടുത്തെ നാട്ടുകാരുടെ സ്നേഹമൊക്കെ കറക്റ്റ് കണ്ടറിയാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. നമ്മള് ഭയങ്കര കാര്യമാണ് അത്. ആര്യനാട്ടിലേക്ക് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് കപ്പ്, ബിഗ് ബോസ് ഹൗസ് വിന്നർ കപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ അനുമോള്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ നാട്ടുകാർക്കുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഓൾറെഡി അനുമോൾ എന്ന് വെച്ചാൽ അത്രയധികം കുടുംബ പ്രേക്ഷകരുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അനുമോള്, അല്ലെ? ഞാൻ ലൈക്ക് സൂസുയില്, പിന്നെ നമ്മുടെ അഭിവാസ് മൈ സ്റ്റാർ മാജിക്, പിന്നെ നമ്മുടെ നാട്ടിലും പുറത്തും ഒക്കെ എവിടെയൊക്കെ മലയാളികളുണ്ടോ, ടെലിവിഷൻ പ്രേക്ഷകരുണ്ടോ, ആ പരിപാടികൾ ഏതൊക്കെ, ഇപ്പം യൂട്യൂബിലായിക്കൊള്ളട്ടെ, ഹോട്ട്സ്റ്റാറിലായിക്കൊള്ളട്ടെ, ഏതൊക്കെ ചാനലിൽ വരുന്നു, സമയത്താണ് എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായത്. അതായത് ഇപ്പം ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ഓരോ ദിവസം പറഞ്ഞ കോൾസ് ആണ് ഈ കിടക്കുന്നത്. അപ്പൊ ഇതാണ് എന്റെ ശരിക്കും PR, മനസ്സിലായില്ലേ? അപ്പൊ എന്നെ പിന്നെ ഈ നമ്പർ ലീക്കായി ഒരു കണക്കിന് നമുക്ക് സിം ഇനി എടുക്കാമല്ലോ. പക്ഷെ ഈ വിളിക്കുന്ന കോൾസ് കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് ശരിക്കും എന്റെ PR. എല്ലാവർക്കും അറിയാവുന്ന നമ്പർ ഇതല്ലേ, ഇത് ലീക്ക് ആയതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ആ ടൈമിൽ വിഷമമായി. കാരണം എൻ്റെ പേഴ്സണൽ നമ്പറാണ്. പിന്നെ ഓരോ കോൾ വിളിച്ചിട്ട് ഞാൻ എടുക്കുമ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അയ്യോ അനുചിച്ച് എടുത്ത്. അപ്പം കൂട്ടത്തോടെ ഒരു ഫാമിലി ആയിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു സംസാരം കേൾക്കുമ്പോൾ അവിടെ കിടന്നുള്ള ആ ഒരു ടെൻഷനല്ല, ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അത്രയും സ്നേഹിക്കുന്നു. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി, ഓക്കെ അവളൊന്ന് ഫ്രീ ആയിട്ട്, അവള് റിലാക്സ്ഡ് ആയിട്ട്, അവള് തിരികെ സമയം കിട്ടുമ്പോൾ അവള് വിളിക്കട്ടെ, അപ്പം ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ
അങ്ങനെ അവള് വിളിച്ചു, അങ്ങനെയാണ് നമുക്ക് വരാൻ പറ്റിയത്. പിന്നെ ഇപ്പൊ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കോൾസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്, എല്ലാ അൺനോൺ നമ്പേഴ്സിന് ഇങ്ങനെ വന്നു. സിം എടുത്തു, പുതിയൊരു സിം എടുത്തു. കാരണം വിളിക്കുന്ന ആരാന്നോ പ്രോഗ്രാമിന്റെ ആൾക്കാരാണോ നമുക്ക് അറിയില്ലല്ലോ, അതിനുവേണ്ടി ഇന്നൊരു സിം എടുത്തു. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രഷ്യസ് ആണ്. എത്ര വർഷങ്ങളായിട്ട്? അതെ. സ്റ്റാർ മാജിക്കിൽ തുടങ്ങിയതാണ്. ഞാൻ സ്റ്റാർ മാജിക്കിൽ വന്ന ആദ്യത്തെ ദിവസം എന്നോട് അടുത്ത് വന്ന് സംസാരിച്ച് കൂട്ടുകൂടുന്ന രണ്ടുപേരിൽ ഒരാള് അനുമോളും ജസീലയാണ്. അത് ഞാൻ മറക്കില്ല. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമുക്കൊരു അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ പുതിയ ഷോയിലേക്ക് പോകുമ്പോൾ നമ്മളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ കോ ആർട്ടിസ്റ്റ് അത് ഒരുപാട് തന്നൊരു വ്യക്തിയാണ്. അല്ലാണ്ട് എന്റെ നല്ലൊരു സിസ്റ്ററും കൂടിയാണ്. അതിനുശേഷം പിന്നീട് വി ബിക്കം ഫാമിലി. ഇപ്പൊ അമീനും കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഫസ്റ്റ് വർക്കിനകത്ത് അനു ഉണ്ടായി. എനിക്ക് തോന്നുന്നു ആ സമയത്ത് നിങ്ങൾ പരിചയമില്ലാന്ന് തോന്നുന്നുണ്ട്. അതായത് ഞാൻ പരിചയപ്പെടുന്നതിന് മുന്നേ രണ്ടുപേരും. പിന്നെ അതൊരു കുടുംബമായിട്ട് പിന്നെ ആങ്കറിംഗ് ചെയ്തിട്ടുണ്ടോ അനുമോളുടെ? ആങ്കറായിട്ട് സീരിയലിലുണ്ടായിരുന്നു അനുമോളുണ്ടായി. അപ്പൊ തൊട്ടുള്ള ഒരു ബന്ധമാണ് ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറ്റത്തെ കളി കുടുംബം പ്രൊമോ ഒക്കെ കറക്റ്റ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ആയിരിക്കും. വെബ് സീരീസ് സിറ്റ്കോം ഇല്ലേ, അതുപോലത്തെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. മേക്കപ്പും കാര്യങ്ങളൊന്നും അധികം ഇല്ലാണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഇങ്ങനത്തെ ഒരു സീരിയല് കൊണ്ടുവന്ന മേക്കിംഗ് അടിപൊളിയാ. എവിടെ ആരാണ് ഡയറക്ടർ? ആരാ? ശരത്തേട്ടൻ എന്ന് പറയും, ശരത് സത്യ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ചെയ്തേക്കണം. നല്ലൊരു ടീമാണ്. ഷാൻ ഐമൻ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ. ബിഗ് ബോസിലും എനിക്ക് തോന്നുന്നു അതിന്റെ പ്രൊമോ ഒക്കെ ഇട്ടായിരുന്നു. ടെലികാസ്റ്റിന് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന 2 സീരിയൽസിലൊന്നാണ് കാറ്റത്തെ കിളിക്കൂട്. 8 മണിക്ക് വൈകിട്ട്. ഇത് അതുകൂടെ കൂടുതൽ പറയട്ടെ, വൈകിട്ട് 8 മണിക്ക് നിങ്ങളുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ. അനുമോള് കപ്പ് ഉയർത്തിയ ടൈമിൽ എന്തായിരുന്നു ഫീലിംഗ്സ്? ഓ മൈ ഗാഡ്, അത് ഇവളെ മനസ്സിൽ കണ്ടതുപോലെ അല്ലെ. ഞാൻ സന്തോഷിക്കുന്നത് പോലെയാണ് ഇവരും സന്തോഷിക്കുന്നത്. ശരിക്കും നമ്മൾ പോകുന്നതിന്റെ 2 ദിവസം മുന്നേ നമ്മള് കൊച്ചിയിൽ വെച്ച് കണ്ടു, സംസാരിച്ച് കുറെ കളിയാക്കിയല്ലേ കുട്ടികൾ. എന്നാലും ഞാൻ അവിടെ എന്തെങ്കിലും കോമഡി എന്തെങ്കിലും കടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നവർക്ക് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് പറയും. അതൊക്കെ പറയുമ്പോ ഇവരിന്ന് ചിരിക്കണം. അതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അവിടെ ചെന്നിട്ട് കരയരുതെന്ന്. അത് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇമോഷണലി ബ്രേക്ക് ആവും നമുക്കറിയാം. അവിടെ വെച്ചാൽ പെട്ടെന്ന് എല്ലാവരും കരയാന്നുള്ളൊരു തോട്ട് എല്ലാവർക്കും വരും. അപ്പൊ അത് പറഞ്ഞു. പക്ഷെ പറഞ്ഞത് അതേപോലെ ഞങ്ങൾക്കറിയാലോ ഇവളെ എന്തിലൊക്കെ ട്രിഗേർഡ് ആവും, എന്തിലൊക്കെ ഇമോഷണൽ ആകും എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തൊട്ടൊക്കെ അറിയുന്ന ഒരാൾ കൂടി. അത് വീക്ക്നെസ് കൊണ്ടല്ല, അത് അവൾ അത്രയധികം ഹൃദയത്തിലേക്ക് എടുക്കുന്നതുകൊണ്ടാണ് അവളങ്ങനെ ഇമോഷണൽ ആകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരും കൂടിയല്ലേ. 100% സർവൈവ് ചെയ്യുമെന്ന് വിചാരിച്ചായിരുന്നു? ചെയ്യും. അത് ഏത് കാര്യത്തിലാണെങ്കിൽ ഞാൻ ചെയ്ത ഒരാളാണ്. പിന്നെ എനിക്ക് 100 ദിവസം പിടിച്ചു നിൽക്കണമെന്ന് ഭയങ്കര വാശി ആഗ്രഹമായിരുന്നു. അപ്പം നമുക്കറിയില്ലല്ലോ പുറത്തെങ്ങനെയാണ് പോകുന്നതെന്നും നമുക്കറിയില്ല. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹവും പ്രേക്ഷകരുടെ സപ്പോർട്ടും. ലാലേട്ടൻ കൈപിടിച്ച് ഉയർത്തുമെന്ന് അപ്പൊ എക്സ്പെക്ട് ചെയ്തിരുന്നതോ? ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അവൾ ആക്ച്വലി മനസ്സിൽ കണ്ടൊരു കാര്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ലെഫ്റ്റ് ഹാൻഡ് ആണ് ഞാൻ പറഞ്ഞത് പുള്ളിയുടെ. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. എന്താണോ മനസ്സിൽ കണ്ടത്, ആഗ്രഹിച്ചത്, എൻവിഷൻ ചെയ്ത് അതേപടി നടന്നു എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ദൈവം നടത്തി തരാറുണ്ട്. സ്റ്റേറ്റ് അവാർഡ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പറഞ്ഞിരുന്നു അമ്പലത്തിൽ എപ്പോഴും പോകാറുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ഈശ്വരവിശ്വാസിയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ എനിക്ക് ദൈവം സഹായിച്ചു തരാം. എല്ലാ വിളികളും ദൈവം പിന്നെ ഉറപ്പായിട്ടും ഇനി സിനിമ ചെയ്യണം, നല്ല ഏതെങ്കിലും സിനിമ ചെയ്യണം വലിയ ആഗ്രഹമാണ്. ഇത് ആക്ച്വലി താൻ പാതി ദൈവം പാതി എന്നാണ്. അനുമോൾ എപ്പോഴും അനുമോളുടേതായ എഫേർട്ട് എല്ലാ കാര്യങ്ങളിലും ഇടും. ആക്ച്വലി ബിഗ് ബോസ് എന്ന ആ ഒരു ഷോ വളരെ സീരിയസ് ആയിട്ട് എടുത്താണ് മുന്നോട്ട് പോയത്. ഞങ്ങൾക്കത് അറിയാം. കാരണം ഓരോ ദിവസം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക, അതിന് എനിക്ക് ബാധ്യസ്ഥതയുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഷോയിലേക്ക് പോകുന്നത് എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി എന്നുള്ള നിശ്ചയത്തോടു കൂടിയാണ് അനുമോളോട് പോയത്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. ആൻഡ് അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് ട്രൈ അത് വേറെ കഥയാണ്. അത് പിന്നെ പറയാ, അത് വേറൊരു അവസരത്തിൽ പിന്നെ അതെ ഒരു വലിയ കഥ തന്നെ പറയാം. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മള് സൂപ്പറായിരിക്കും. പിന്നെ ഇവക്കായിരിക്കും ടെൻഷൻ. ആക്ച്വലി ഞങ്ങൾക്ക് വിഷമം വന്നൊരു കാര്യം, വിഷമമല്ല, അത് ഇതിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ ഫംഗ്ഷന് അനുമോൾക്ക് കൂടാൻ പറ്റി. അനുമോൾ അവിടെ ബിഗ് ബോസ് ഹൗസിലായിരുന്നു. അപ്പൊ അത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എൻഗേജ്മെന്റ് ടൈമിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ അനുവിന് കൂടാൻ പറ്റിയില്ല. പക്ഷെ അനുവിന്റെ അവിടുന്ന് പ്രാർത്ഥനകളും മനസ്സുകൊണ്ട് അനു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കരഞ്ഞു. ഞാനില്ലല്ലോ അവിടെ കരഞ്ഞു. അവിടെ വിഷൊക്കെ പറഞ്ഞു. ഞങ്ങൾ ടെലികാസ്റ്റ് വന്നില്ല. പക്ഷെ അവിടെ ആ സമയത്ത് ഓർത്ത് മനസ്സിൽ ഞാൻ അറിയുന്നില്ല, ഡേറ്റും കാര്യങ്ങളും അറിയുന്നില്ലല്ലോ. ദിയാസിന് ചേച്ചി വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്നാണ് കല്യാണം എന്നുള്ളത്. ബുധനാഴ്ചയായിരുന്നോ? ഇങ്ങനെയുള്ള കട്ടയ്ക്ക് കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളും തരണം. പിന്നെ ഉറപ്പായിട്ടും എല്ലാ കാര്യത്തിലും തെറ്റുകൾ കണ്ടാ ചൂണ്ടിക്കാണിച്ചു തരണം. അതെ.
ശരി കണ്ടാൽ ശരിയാണെന്ന് പറഞ്ഞു. ചൂണ്ടിക്കാണിക്കാറുണ്ട്. പിന്നെ അതൊക്കെ പറയാറുണ്ട്. അത് പറയും. അതിപ്പോ നമ്മളിപ്പോ വന്നിട്ട് നമ്മൾ ഇരുന്നുള്ള സംസാരങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആൻഡ് ആസ് എ ഫ്രണ്ട് ഷീ ഈസ് എ വെരി ട്രൂ പേഴ്സൺ. ട്രൂ ഫ്രണ്ട് ആണ് അവള്. അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആസ് എ ഫ്രണ്ട് പ്രേക്ഷകർക്കും അറിയാം. ഫ്രണ്ട് എന്നതിലും ഉപരി എനിക്ക് നല്ലൊരു സിസ്റ്റർ കൂടിയല്ലേ. കരച്ചിലാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഒരു സിനിമയ്ക്കുള്ളതായി. മതി 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 മതി. അപ്പോൾ നിങ്ങളുടെ എങ്ങനെ പോകുന്നു ആഫ്റ്റർ? വളരെ ഹാപ്പി. അപ്പം ഒരു ഇന്റർവ്യൂ ഫുൾ 1 മണിക്കൂറിനായി. മതി പൊക്കോ. ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.